അങ്ങനെ നമ്മുടെ ചക്ക എല്ലാം വൃത്തിയാക്കി എടുത്ത് നമുക്കിനി ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് ഈ ആവിയേറ്റാനായിട്ട് നടുക്കെടുത്ത് വെച്ചിരുന്ന ചക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്ക വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ആവിയേറ്റി എടുക്കാം. ഒരു 3 മിനിറ്റോളായി നമ്മൾ ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുടഞ്ഞെടുക്കാം. ഇതേപോലത്തെ പൊരിഞ്ഞ വെയിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ ഉണങ്ങിക്കിട്ടും. നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. നമ്മുടെ ചക്ക നല്ലതുപോലെ ഉണങ്ങിക്കിട്ടി. നമുക്കിനി ഇതൊരു സ്റ്റീൽ ഡപ്പയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. 2 ദിവസത്തെ വെയിലിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇഷ്ടമുള്ള സമയത്ത് യൂസ് ചെയ്യാം. നമുക്കത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. ഇത് 2 വർഷം വരെ നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്.